Cheers to you guys. ഹലോ ലോവ്സ്, ഇന്നത്തെ ഉച്ചയൂണിനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയൂണിൽ എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് കാണിക്കാം. ഇന്നത്തെ വിഭവങ്ങളിൽ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്ന് എനിക്കറിയത്തില്ല, കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളിലേക്ക് മീൻ വറുത്തതാണ്. മീൻ വറുത്തത് പിന്നെ പറയാനില്ലല്ലോ ഗൈസ്. മീൻ വറുത്തത് ആ ഒരു മീൻ വറുത്തതാണേ. ആൻഡ് ഇത് വന്നിട്ട് ഇത് ലാസ്റ്റ് പറയാം. ഇത് വന്നിട്ട് നമ്മുടെ പയറ് തോരൻ, ഇത് അച്ചാറ്, ഇത് സാലഡ് പോലെ ഞാനൊന്ന് സെറ്റാക്കി വരാം. പക്ഷേ എനിക്ക് സാധനം ഇതിനാണ് ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ കണവ. അപ്പം ഞങ്ങൾ സാധാരണ കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കണവ തീയൽ ഉണ്ടാക്കിയിരിക്കാം. നമ്മൾ കൊഞ്ചിന് പകരം കണവായിട്ട് തീയൽ. ഇപ്പം നമ്മൾ കഴിച്ചാൽ തുടങ്ങിയാൽ കഴിച്ചു തുടങ്ങിയാലോ. സ്ലിപ്പ് ഓഫ് ടങ് ഗൈസ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പാണ് ഞാൻ. അപ്പോൾ കുഴയ്ക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ് അല്ലേ. നമ്മുടെ ഫാൻ ബേസുള്ള കണവ എടുത്തു. നമ്മൾ വലിയ മാങ്ങാച്ചാറ്, കറിവേപ്പില, നല്ല പുളി ആൻഡ് ദാറ്റ് ഉരുള ഗൈസ്. ചിയേഴ്സ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം റോസ്റ്റിനോട്. തീയലിൻ്റെ വലിയ ഫാനൊന്നുമല്ല ഞാൻ, പക്ഷെ കൊള്ളാം. കാരണം നമ്മുടെ തീയലൊക്കെ കഴിക്കാൻ നല്ലൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്, വറുത്തരച്ച തീയലൊക്കെ. മീൻ, നമ്മൾ മീനിൻ്റെ അടുത്ത കഷ്ണം എടുക്കുക. കണവ വന്നെന്ന് പറഞ്ഞ് വറുത്ത മീൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നല്ല സൂപ്പർ ആ ഒരു വറുത്തത്. നെക്സ്റ്റ് ഉരുള ഗൈസ്. കുറച്ചുകൂടെ കണവ ഇടാം. അപ്പം നിങ്ങളുമായിട്ടുള്ള ലാസ്റ്റ് ഉരുള, ഇന്നത്തെ ലാസ്റ്റ് ഉരുളയാണിത്. ഓ എൻ്റെ അമ്മ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്, തള്ളിപ്പെണ്ണ്. ചിയേഴ്സ് ടു യു ഗൈസ്. Bye.